സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ. തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങഴിച്ചപ്പോൾ. തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും വ്യാപക പരിശോധന. യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി സുരേഷ് കുമാർ റിമാൻഡിൽ. RPF കസ്റ്റഡി അപേക്ഷ നൽകും. ആക്രമണത്തിനിരയായ 19കാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കം. BLOമാരുടെ ഭവന സന്ദർശനം ഇന്നു മുതൽ. വിവരശേഖരണം ഡിസംബർ 4 വരെ. കരട് വോട്ടർ പട്ടിക ഡിസംബർ 9-ന്. SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ബീഹാറിൽ നിന്ന് കൊട്ടിക്കലാശം. ദേശീയ നേതാക്കൾ പ്രചാരണത്തിന്. മറ്റന്നാൾ വിധി എഴുതുന്നത് 121 മണ്ഡലങ്ങൾ. ആദ്യഘട്ടം മഹാസഖ്യത്തിന് നിർണായകം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ SIT. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. കട്ടിളപ്പാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി ചോദ്യം ചെയ്യും. CPI സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന്. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പദ്ധതി മരവിപ്പിക്കുന്നതിനായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നത് വൈകുന്നത് യോഗത്തിൽ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയ്ക്ക്. നെടുമ്പാശ്ശേരിയിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 6.5 കോടി രൂപയുടെ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പിടിയിലായത് വയനാട് സ്വദേശി അബ്ദുൾ സമദ്. അമേരിക്കയിൽ ഇന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പ്. നിർണായകമായി ന്യൂയോർക്ക് മേയർ പോരാട്ടം. ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ് അഭിപ്രായ സർവേകളിൽ മുന്നിൽ. ഡെമോക്രാറ്റിക് പാർട്ടി അംഗം ക്വോമോ മത്സരിക്കുന്നത് സ്വതന്ത്രനായി. പാകിസ്ഥാൻ ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നതായി ഡൊണാൾഡ് ട്രംപ്. റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നു. US-നും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ട്രംപ്. വെളിപ്പെടുത്തൽ ഗൗരവത്തോടെ നിരീക്ഷിച്ച ഇന്ത്യ. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത്. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നവമി നൽകും വിവരങ്ങൾ. നവമി, കൊടും കുറ്റവാളിയാണ്, കുപ്രസിദ്ധ മോഷ്ടാവാണ്. ഇപ്പോൾ ഇതാ പലവട്ടം ഇത്തരത്തിൽ ജയിൽ ചാടിയ ആളാണ്. സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അരിച്ചു പെറുക്കുകയാണ് പോലീസ് അടക്കം. ഇത് നേരത്തെ ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വലിയ വീഴ്ചയുണ്ടാവില്ലായിരുന്നു. ഈ അന്വേഷണം എവിടെ എത്തി? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ പ്രതിയെക്കുറിച്ച്? ബബി, എന്തായാലും പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ 2ാം തവണയാണ് ഇത്തരത്തിൽ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സുരക്ഷാ വീഴ്ച എന്ന തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധവും ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ഇതിനു മുൻപും കൊടും കുറ്റവാളിയാണ്. ഏകദേശം 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഈ മോഷണം നടത്തിയ ശേഷം ആളുകളെ, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ആ രീതിയിലാണ് ഇദ്ദേഹം മോഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ കുറ്റവാളിക്ക് വേണ്ട സുരക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയൊന്നും പോലീസ് പുലർത്തിയിട്ടില്ല എന്നത് ഈ ഒരു രക്ഷപ്പെടലിൽ നിന്നും വ്യക്തമായിട്ടുമുണ്ട്. കടുത്ത എന്തായാലും പോലീസിന്റെ വലിയ പ്രതിഷേധം, പോലീസിന്റെ വലിയ ഒരു നിരീക്ഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ നഗരത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ പോലീസ് വല വിരിച്ചിട്ടുണ്ട്. ഇയാളെ ഉടനെ തന്നെ പിടികൂടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇയാളെ ഇത്ര ലാഘവത്തോടു കൂടിയായിരുന്നോ പോലീസ് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തി തിരിച്ചു വരുന്ന വഴിയിലാണ്
അവിടെയാണ് നവമി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ കേരള പോലീസിന്റെ കൺമുന്നിൽ നിന്ന് പ്രതി ഓടിപ്പോയി എന്നുള്ളതാണ് ശ്രദ്ധേയം. അതെ, അതാണ് ഭവ്യ. പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ, അതായത് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇയാളുടെ കൈവിലങ്ങ് അഴിച്ചത്. ആ കൈവിലങ്ങ് അഴിച്ച സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനു മുൻപും ഇതുപോലെ ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അന്ന് പോലീസിന്റെ വാഹനത്തിൽ നിന്നുമാണ്, വാഹനത്തിന്റെ ഡോർ ചവിട്ടിപ്പൊളിച്ചാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. അന്ന് ഒരു ബൈക്കിൽ ആയിരുന്നു രക്ഷപ്പെട്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രക്ഷപ്പെടാൻ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ജാഗ്രത കുറവുണ്ടായെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഉടനെ തന്നെ ഇയാളെ പിടികൂടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായ ഈ പോലീസുകാർക്കെതിരെ നടപടിക്കുമുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഭവ്യ. തീർച്ചയായും ഇപ്പോൾ തൃശൂർ നഗരമടക്കം അരിച്ചു പെറുക്കുകയാണെന്നുള്ള വിവരമാണ് നവമി നമുക്ക് ലഭ്യമാകുന്നത്. അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നല്ലോ, കൃത്യമായ ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനു മുൻപും ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ വന്നതാണ്. അപ്പോൾ ഈ തവണയും ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചാട്ടം ഇയാൾ നടത്തിയത് എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രം പോലീസ് കാണുന്നുണ്ട്? നമുക്ക് അതിൽ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ ഒരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതിലും ഒരു വ്യക്തത കൈവരുത്തും. ഇപ്പോഴെന്തായാലും ഇയാൾക്കായി, ചാടിപ്പോയ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം. പോലീസും മറ്റ് സംസ്ഥാനത്തെ എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുമുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സുരേഷ് കുമാറിനെ റിമാൻഡ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനായി RPF കസ്റ്റഡി അപേക്ഷ നൽകും. ആക്രമണത്തിനിരയായ 19-കാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. VV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? പെൺകുട്ടിയുടെ ആരോഗ്യത്തിന് അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്റർ സഹായം ഉണ്ട്. കൂടുതൽ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ്, ആരോഗ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ. കുട്ടിയുടെ മാതാവ് ഈ ആശുപത്രിയിലെ ചികിത്സയിൽ അപാകതകളുണ്ട്, പോരായ്മകളുണ്ട്, വിശ്വാസമില്ല എന്ന ഒരു പ്രസ്താവന ഇന്നലെ ഉച്ചയോടുകൂടി നടത്തിയിരുന്നു. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കണ്ടത്. എല്ലാ തരത്തിലുള്ള ചികിത്സയും നൽകുന്നുണ്ട്. വീട്ടുകാരെ അക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അതീവ ഗുരുതരമാണ്. ഏതായാലും കഴിയുന്നത്ര മികച്ച ചികിത്സ തന്നെയാണ് കുട്ടിയെ കൊടുക്കുക. സർക്കാരിന്റെ ഒരു മേൽനോട്ടവും വിഷയത്തിലുണ്ട്. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടനില തരണം ചെയ്തെന്ന് പറയാനായിട്ടില്ലെങ്കിൽ പോലും ആശുപത്രി പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ അത്ര ഗുരുതരാവസ്ഥയിലല്ല എന്ന് ആശ്വാസകരമായ വാർത്തകൾ കൂടി ആശുപത്രിയിൽ നിന്ന്. അരുൺ, ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവറിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തലയ്ക്കും നട്ടലിനുമാണ് ഗുരുതരമായ പരിക്കേറ്റത്, തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് എന്താണത് സംബന്ധിച്ച് പറയുന്നത്? അത്തരത്തിൽ തന്നെയാണോ, തലയ്ക്ക് തന്നെയാണോ കൂടുതലും മുറിവേറ്റത്? തലയ്ക്ക് തന്നെയാണ് പരിക്കേറ്റുള്ളത്. ട്രാക്കിലേക്ക് എടുത്ത് ചവിട്ടി തള്ളുകയായിരുന്നു. അതുകൊണ്ട് തലയിടിച്ചു തന്നെയാണ് പെൺകുട്ടി വീണത്. തലയ്ക്ക് തലച്ചോറിനടക്കം ആ തരത്തിലുള്ള ഗുരുതരമായ പരിക്കുണ്ട്. അതിൽ തന്നെയാണ് ചികിത്സ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ സാധ്യമല്ല, അതിനുള്ള ആവശ്യവുമില്ല. ഏറ്റവും മികച്ച ചികിത്സ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നൽകുന്നത്. കാര്യമായ പൊട്ടലുകളോ അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവമൊന്നും പെൺകുട്ടിക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു ആശ്വാസകരമാണ്. ഏതായാലും ഈ ചികിത്സ തന്നെ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. കുടുംബത്തിന് ആദ്യം പരാതി ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അവരും അതിൽ തൃപ്തരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പരമാവധി ചികിത്സ നൽകാൻ തന്നെയാണ് ആശുപത്രിയുടെ, സർക്കാരിന്റെയും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെയും തീരുമാനം.
ഈ പ്രതി സുരേഷ് കുമാർ അയാളിപ്പോൾ റിമാൻഡിലാണ്. അരുൺ, ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? പോലീസ് ഇപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ട്? ഇതിനു മുൻപ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ അയാൾ പ്രതിയാണോ? നമ്മൾ അയാളുടെ സമീപത്തുള്ള ആളുകളൊക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ മദ്യപാനിയാണ്, സ്ഥിരം മദ്യപിക്കുന്ന ആളാണ്, വീട്ടിൽ ഭാര്യയുമായി വഴക്കുണ്ട് എന്നല്ലാതെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളതൊന്നായി വലിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പോലീസ് ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? പ്രത്യേകിച്ചും വലിയ ആശങ്ക ഉയർത്തിയൊരു വാർത്തയാണിത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ യാത്രയൊക്കെ സംബന്ധിച്ച്. ഭവ്യ പറയുന്ന വിവരങ്ങൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്കും ഉള്ളത്. ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ്. പോലീസിനും ഇയാളുടെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉള്ള ആളല്ല, മദ്യപിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിനായി വൈകാതെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. വി അരുൺ തന്നെ വിവരങ്ങൾ നൽകും. അരുൺ, വിശദാംശങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ്, SITയുടെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ദിവസങ്ങളോളം അയാളെ ചോദ്യം ചെയ്തു, തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനിയും വളരെ നിർണായകമായ ചില വിവരങ്ങൾ അയാളിൽ നിന്ന് അറിയാനുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണം അക്ഷരാർത്ഥത്തിൽ ഉന്നതരിലേക്ക് നീങ്ങുകയാണ്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ഈ വിവാദം നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനെ ചോദ്യം ചെയ്തു. സുധീഷ് കുമാർ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന സുധീഷ് കുമാർ ജയിലിലാണ്. പത്മകുമാറിലേക്ക്, CPM നേതാവ് കൂടിയായ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്നു. അല്ലെങ്കിൽ പത്മകുമാറിന്റെ ഇതിൽ കൃത്യമായ ബന്ധം എന്നതിൽ തിരിച്ചറിയാനാണ് പോലീസ് ഇയാളെ വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഇന്നോ നാളെ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത. അതായത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്കും ദേവസ്വം ബോർഡിലെ ഉന്നതർക്കും ഇതിൽ ഒഴിഞ്ഞുമാറാനാകാത്ത ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ FIR ഇടുമ്പോൾ തന്നെ ബോധ്യമായിരുന്നു. എന്താണ് ഇവരുടെ റോൾ എന്ന കാര്യമാണ് ഇനി തെളിയേണ്ടത്. അതിന്റെ ഭാഗമായി പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും. വാസുവിനെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പത്മകുമാറിൽ നിന്നും വിവരങ്ങൾ അന്വേഷണ സംഘം തേടും. ഇയാൾക്ക് ഇതിൽ ഈ തട്ടിപ്പിൽ പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണോ, അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോധപൂർവ്വം നിയോഗിക്കുകയായിരുന്നു, അത് പങ്കുപറ്റിയിട്ടുള്ള കാര്യമൊക്കെയാകും പ്രധാനമായും അന്വേഷിക്കുക. അങ്ങനെ വന്നാൽ അത് വലിയൊരു വിവാദമായി മാറാനും ഇടയുണ്ട്. കാരണം CPMന്റെ പ്രധാന നേതാവാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണെങ്കിലും CPMന്റെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് പത്മകുമാർ. അയാൾ ഈ കേസിൽ ആ രീതിയിൽ നിലവിൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രധാന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ശബരിമലയിൽ അടക്കം ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. ശബരിമല നട തുറന്നിരിക്കുമ്പോൾ അതിന് കഴിയില്ല, തിരക്കായിരിക്കും. സീസൺ ആരംഭിക്കാൻ പോകുന്നു 16-ന്. അതിനു മുമ്പ് സന്നിധാനത്തടക്കം ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വൈകാതെ ഇന്നോ നാളെയോ തന്നെ അത്തരം നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് ഈ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെ തന്നെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം പത്മകുമാറിനെ ഇതിൽ പ്രതി ചേർത്തത് സ്വാഭാവികമായും അന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിലാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപെടൽ ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പിൽ ഇയാൾക്ക് പങ്കുണ്ടെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയവാദമായി കേരളത്തിൽ മാറും. CPMനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന വലിയൊരു വിഷയമായത് മാറുമെന്നും ഉറപ്പാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് ചേരും. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തിയാൽ സംസ്ഥാന കൌൺസിൽ വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് നേതൃത്വം നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. പദ്ധതി മരവിപ്പിക്കുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നത് വൈകുന്നത് യോഗത്തിൽ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും. പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിനാണ് തുടക്കം കുറിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. അതേസമയം SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിലെ തെരുവുകളിൽ പ്രതിഷേധിക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. വി വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഇന്നെന്തായാലും ഈ ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ SIRന് സംസ്ഥാനത്ത് നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നത്, അല്ലേ?
ഭവ്യ, അങ്ങനെ തന്നെയാണ്. വലിയ എതിർപ്പ് പല സംസ്ഥാനങ്ങളും ഉയർത്തുന്നു. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പുമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ SIR നടപടികൾക്ക് തുടക്കമാകുന്നത്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി ഗവർണറിൽ നിന്ന് ഔദ്യോഗികമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ വീടുകളിലേക്ക് BLOമാർ എത്തുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക തയ്യാറാകും. അതിനുശേഷം കരട് പട്ടികയിന്മേലുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും അടുത്ത വർഷം ജനുവരി 8 വരെ സമർപ്പിക്കാം. ഇത് ഏതാണ്ട് 14ഓളം രേഖകളാണ് പറയുന്നത്. നിലവിൽ വോട്ടർ പട്ടികയിലുള്ളവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏറ്റവും ലളിതമായ രീതിയിൽ ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് കാർഡ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മേൽവിലാസം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. വീടുകൾ തോറും വിവരശേഖരണത്തിനായി നൽകുന്ന ഫോം ആ സമയത്ത് തന്നെ ഈ രേഖകൾ നൽകേണ്ടതില്ല. 2002, 2004 വർഷങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ പേര് ഈ പട്ടികയിലുള്ളവർ എന്നിവർ രേഖകൾ നൽകേണ്ടതില്ല. അതോടൊപ്പം തന്നെ മുമ്പുള്ള പട്ടികയിലെ ഒരു വോട്ടറുമായി പേര് ബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് മാത്രമേ രേഖകൾ നൽകേണ്ടതുള്ളൂ. അതായത് നേരത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർക്കൊന്നും തന്നെ ഇതിൽ തുടരുന്നതിന് മറ്റ് ബുദ്ധിമുട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. വോട്ടർമാരിൽ ഏകദേശം 90% പേർക്കും രേഖകൾ നൽകേണ്ടി വരില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളമടക്കം രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIRൻ്റെ ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 51 കോടി വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന ഈ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി 7 അവസാനിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിന് പുറമെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്, തമിഴ്നാട് ഇതിനകം തന്നെ SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിശോധിക്കുന്നുണ്ട്. വിനോദ്, ഇവിടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ ഈ SIRനെ എതിർക്കുകയാണ്. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ വലിയ തരത്തിൽ എതിർക്കുന്നു, വ്യാപകമായി എതിർക്കുന്നു. പക്ഷേ ആ സമയത്ത് പോലും എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത്? SIR നിർത്തിവെക്കണം, അല്ലെങ്കിൽ SIRുമായി ബന്ധപ്പെട്ട് തമിഴ്നാടടക്കം സുപ്രീം കോടതിയിൽ പോയ സാഹചര്യമുണ്ട്. ഇന്ന് അത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോൾ പോലും സംസ്ഥാന സർക്കാർ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷേ അവിടെ പോകുന്നുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. അവർ അവിടെ സർവകക്ഷി യോഗം ചേരുകയും സംയുക്തമായി തന്നെ പ്രമേയം പാസ്സാക്കുകയും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളാകട്ടെ ഇന്ന് സമരപരിപാടികളുമായി തെരുവിലിറങ്ങുകയാണ്. അവിടെ ബംഗാൾ സർക്കാർ നേരത്തെ തന്നെ ഈ നടപടികളെ എതിർത്തിരുന്നു. ബീഹാറിൽ വലിയ തോതിൽ വോട്ടർമാരെ വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്ക് പോയി. അവിടെ അർഹരായ വോട്ടർമാരെ ഒഴിവാക്കിയെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത്. അത് BJP സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം നടത്തിയതാണെന്ന ആരോപണം കൂടി ശക്തിപ്പെടുന്നു. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ LDFും UDFും ഒരുപോലെ SIRനെ എതിർക്കുന്നെങ്കിൽ കൂടി കേരളം ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല. അവിടെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉയർന്നതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പാണ്, ഒത്തുകളിയാണ്, അതൊരു സഖ്യമാണ്, CPM BJP സഖ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് കാര്യമായ എതിർപ്പില്ലാതെ ഇതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാവുകയും ചെയ്യുന്നു. ഭവ്യ, അത് മാത്രമല്ല വിനോദ്, ഈ വലിയ തരത്തിൽ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതോടൊപ്പം ഇന്നത്തെ നടപടിക്രമങ്ങൾ അടക്കം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? തീർച്ചയായും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി ഇതിനെതിരെയുള്ള ഒരു നടപടി, അതായത് നിയമ പോരാട്ടം പോലുള്ള നടപടികളിലേക്ക് കേരളം കടന്നിട്ടില്ല. അതേസമയം തമിഴ്നാടാകട്ടെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. BLOമാർ എല്ലാ വീടുകളിലേക്കും എത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും. ആ തരത്തിൽ ഇപ്പോൾ SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സവാദങ്ങൾ CPMോ സർക്കാരോ അല്ലെങ്കിൽ ഇടത് പാർട്ടികളോ ഉന്നയിക്കുന്നില്ല എന്നതാണ്. സ്വാഭാവികമായി ഇന്നു മുതൽ നടപടി തുടങ്ങുകയാണ്. ഇതിൽ ഇതുവരെ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഈ സർവേ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെയുള്ള ഏതെങ്കിലും നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന സൂചനകളൊന്നും തന്നെയില്ല. അതായത് ഇത് സുഗമമായി തന്നെ സംസ്ഥാനത്ത് നടക്കാനുള്ള ഒരു സാഹചര്യമാണ്
നമുക്ക് കാണാൻ കഴിയുന്നത്. SIRന്റെ ആദ്യഘട്ടം ബീഹാറിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നടത്തിയിരുന്നു. അവിടെ ഈ അന്തിമ പട്ടികയിൽ വോട്ടർമാരുടെ എണ്ണം 7.89 കോടിയിൽ നിന്ന് 7.42 കോടിയായി കുറഞ്ഞിരുന്നു. അതുതന്നെയാണ് വലിയ വിവാദങ്ങൾക്കിടയാക്കിയത്. അർഹരായ ആളുകളെ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന പരാതി പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. വ്യാപകമായ ആളുകളെ ഇതിൽ നിന്ന് വെട്ടിനിരത്തുകയാണ്, ആ തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് നിർത്തിവെക്കണമെന്ന ആവശ്യം പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് 12 സംസ്ഥാനങ്ങളാണ്, അതിലാണ് കേരളവും ഉൾപ്പെടുന്നത്. ഏതായിരുന്നാലും കേരളത്തിൽ നിന്ന് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നടപടിക്രമമാണ്. 3 തവണയെങ്കിലും BLOമാർ വീട്ടിലെത്തും. ഒരു തവണ വീട്ടിലെത്തി ആളുകളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു വീട്ടിലേക്ക് എത്തും. അതുപോലെ തന്നെ അവരെ ഫോണിൽ ബന്ധപ്പെടാനുള്ള സൗകര്യവുമുണ്ട്. ഒരാളുടെ വോട്ട് പോലും നഷ്ടപ്പെടില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഭവ്യ. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുക. ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിക്കുകയാണ് മുന്നണികൾ. അവസാന മണിക്കൂറുകളിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ ശക്തമായ ആരോപണ പ്രത്യാരോപണവും തുടരുകയാണ്. ER രാകേഷ് നൽകും വിവരങ്ങൾ. ER, എന്തായാലും ഇനി അവസാന മണിക്കൂറുകൾ മാത്രമേ മുന്നിലുള്ളൂ. എന്തൊക്കെയാണ് അവിടെ? ഭരണ പ്രതിപക്ഷ വാക്പോരുകളാണോ? എന്താണ് നടക്കുന്നത് ബീഹാറിൽ? ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, എന്തായാലും അവസാന മണിക്കൂറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും വാദപ്രതിവാദങ്ങൾക്ക് അവിടെ ചൂട് പിടിക്കുക തന്നെയാണ്. എന്താണ് വിവരങ്ങൾ? ഭവ്യ, ആദ്യഘട്ട പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 121 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വിധിയെഴുത്ത്. 18 ജില്ലകൾ, അതായത് തലസ്ഥാനമായ പട്ന ഉൾപ്പെടെ 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. ഇത് 2 മുന്നണികൾക്കും, ഇന്ത്യ സഖ്യത്തിനും ഒപ്പം തന്നെ NDAയ്ക്കും ഒരുപോലെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ മഹാസഖ്യം, ഇന്നത്തെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തിയ മേഖലയാണ് ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം 61 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. JDUവിന് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു മേഖല കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത്തവണയും ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ട്, മഹാസഖ്യത്തിനുണ്ട്. NDA ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രചരണം. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അത് 15 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഭരണം നേടാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. ഏതായാലും അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തോക്കിൽ ചൂണ്ടിക്കൊണ്ടാണ് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായത് എന്ന പരാമർശം നടത്തി. അതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ജംഗിൾ രാജ് അടക്കമുള്ള വിഷയമാണ് ബീഹാറിൽ ചൂടുപിടിപ്പിക്കുന്നത്. അതാണ് ലാലു പ്രസാദ് യാദവിനെതിരെ BJP അവസാന ഘട്ടത്തിലും ആയുധമാക്കുന്നത്. കാരണം 90കൾ മുതൽ 2005 വരെ ലാലുവും റാബ്രിയുമാണ് ബീഹാറിൽ ഭരിച്ചിരുന്നത്. അന്നത്തെ ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോഴും പ്രചാരണത്തിൽ ഏതായാലും NDA ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് ഇതിനെല്ലാം മറുപടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് NDA ഭരണം അവസാനിപ്പിക്കുമെന്ന് ഇന്നലെ ലാലു പ്രസാദ് യാദവ് തന്നെ പറഞ്ഞു. ഒപ്പം തൊഴിൽ ഇല്ലായ്മ വലിയ വിഷയമായി ഇന്ത്യ സഖ്യം ഉയർത്തിക്കാട്ടുന്നു. ഇതിനു പുറമെ കുടിയേറ്റം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചാരണ വിഷയമാണ്. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് നേതാക്കൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേതായാലും രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ട്. അദ്ദേഹം 2 റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും പ്രചാരണം അടക്കം ഏകോപിപ്പിക്കുന്നതിനായി ഇപ്പോൾ സംസ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. NDA ക്യാമ്പിലേക്ക് വരുമ്പോൾ JP നഡ്ഡ അദ്ദേഹം ഇന്ന് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. ഗയയിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ അവസാന മണിക്കൂറുകളിൽ ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് 2 മുന്നണികളുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നത്. ആണ് വിവരങ്ങൾ നൽകിയത്. കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ ഇന്നും കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരും. സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചത് ചട്ടവിരുദ്ധമായാണെന്ന് കണ്ടെത്തിയിട്ടും സ്റ്റോപ്പ് മെമ്മോ നൽകാത്തതിൽ ഇന്നലെ UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചിരുന്നു. നവമി നൽകും വിവരങ്ങൾ. നവമി, ഇന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭ്യം. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. യോഗത്തിൽ എന്തായിരിക്കും പ്രധാനമായി ചർച്ചയാവുക? അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്?
ഭവ്യ, എന്തായാലും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെയും വലിയ ഒരു പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത് ഈ ചുറ്റുമതിൽ കെട്ടുന്നതിൽ വലിയ നിയമലംഘനമുണ്ടെന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് മെമ്മോ കോർപ്പറേഷൻ നൽകാൻ വൈകുന്നത് എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. കാരണം ഈ നേരത്തെ തന്നെ ഇവർ ഉന്നയിച്ചിരുന്ന ആരോപണം ഈ GCDA കരാർ നൽകിയതിൽ പോലും വലിയ വീഴ്ചയുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഇത്തരത്തിലൊരു വലിയ വീഴ്ചകൾ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാത്തത് എന്നൊരു ചോദ്യം നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഈ CR റിസൾട്ട് ബാധകമാകുന്ന ഇടത്ത് ഇങ്ങനെ ഒരു ചുറ്റുമതിൽ കെട്ടാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും താൽക്കാലികമായ ആ മതിൽ നിർമ്മാണം നിർത്തണം എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. പ്രതിപക്ഷമായിരുന്നു ആദ്യം ഇക്കാര്യം ഉയർത്തിക്കാട്ടിയതും. എന്നാലും വലിയ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇന്നും കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. ഇന്നലെ വലിയ പ്രതിഷേധവും മേയർക്കെതിരെ നിരവധി ചോദ്യങ്ങളും പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിരുന്നു. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 6.5 കോടി രൂപയുടെ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. വയനാട് സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത്. നവമി തന്നെ നൽകും വിവരങ്ങൾ. നവമി, 6.5 കോടിയുടെ കഞ്ചാവ് വേട്ടയാണിത്. വൻ കഞ്ചാവ് വേട്ട എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്? ഈ കസ്റ്റംസ് ആണ് ഇയാളെ പിടികൂടിയത്. 6.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇതിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ബാങ്കോക്കിൽ നിന്നും കടത്തിയ കഞ്ചാവാണെന്ന് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കസ്റ്റംസിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വയനാട് സ്വദേശി അബ്ദുൾ സമദ് ആയിരിക്കുന്നത്. ഇയാളെ നെടുമ്പാശ്ശേരി പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇയാൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തിച്ചത് എന്നാണ്. മുൻപും ഇത്തരത്തിലുള്ള കഞ്ചാവ് നാട്ടിലേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും അന്വേഷണം കേന്ദ്രീകരിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ ഭൂഗർഭ അണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ, ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നതിനാൽ US-നും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനെയും ചൈനയെയും സംബന്ധിച്ച ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, വീണ്ടും ഇത്തരത്തിൽ ആണവായുധ പരീക്ഷണം ആരംഭിക്കും, തുടരും എന്നുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഭവ്യ, പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. അത് ഭൂമിക്കടിയിലാണ് അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന പരാമർശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാകിസ്ഥാൻ മാത്രമല്ല, റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഇങ്ങനെ രഹസ്യമായി തന്നെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. അവരൊന്നും പുറത്തു പറയുന്നില്ല. പക്ഷേ അമേരിക്ക ഇത് തുറന്നു പറയുന്നു. അമേരിക്കയും അത്തരം പരീക്ഷണങ്ങളിലേക്ക് പോകുന്നു എന്ന കാര്യമാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഈ ആണവ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അങ്ങനെ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് കൂടുതൽ ജാഗ്രതയ്ക്ക് വക നൽകുന്നൊരു കാര്യമാണ്. കാരണം പെഹൽഗാം ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഊഷ്മളമല്ല. ഇന്ത്യയുടെ വലിയ തിരിച്ചടി ഉണ്ടായി, സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി. മാത്രമല്ല, ഡാമുകളിൽ നിന്ന് ജലം നൽകാത്തതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ഒരു സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും അതിന് അയവ് വന്നിട്ടില്ല. തിരിച്ചടി ഏത് സമയത്തും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഇനി ഒരു പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാൻ പിന്നെ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇന്ത്യൻ സൈനിക മേധാവികളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും പറയുമ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നുവെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ പ്രതിരോധ കരാറിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. സൗദിയെ സംബന്ധിച്ച് അവരൊരു ആണവ ശക്തിയല്ല, എന്നാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട രാജ്യമാണ്. പാകിസ്ഥാൻ നേരെ തിരിച്ചുമാണ്. അവർക്ക് ആണവ
ആണവായുധമുണ്ട്. എന്നാൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറിനെ അമേരിക്കയും ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഇസ്ലാം രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഒരു ഭീഷണി എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അത് കൂടുതൽ വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ വരുന്നത്. അത് ഇന്ത്യയുടെ ഒരു ജാഗ്രത, ഇന്ത്യ അതൊരു കരുതലായി കാണണം എന്നതിനപ്പുറത്തേക്ക് അമേരിക്ക അത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. മാത്രമല്ല ചൈനയും ഉത്തര കൊറിയയും വലിയ തോതിൽ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന കാര്യം ഒരു വശത്തുണ്ട്. അമേരിക്കയ്ക്ക് അവിടെ പ്രതിരോധ താവളം തുറന്നു കൊടുക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടതാണ്. പാകിസ്ഥാൻ അതിന് തയ്യാറായതുമാണ്. അപ്പോഴും ചൈനയുമായുള്ള ബന്ധം പാകിസ്ഥാൻ തുടരുന്നുണ്ട്. മാത്രമല്ല ഉത്തര കൊറിയയിൽ നിന്ന് ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് പോകുന്നുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ലോകത്തെ 150 പ്രാവശ്യമെങ്കിലും തകർക്കാനുള്ള ആണവ ശേഷി തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് 9 രാജ്യങ്ങൾക്കാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ ആണവ ശക്തികളായി നിലനിൽക്കാൻ കഴിയുന്നത്. അതിൽ UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇസ്രയേലുണ്ട്, ഇന്ത്യയുണ്ട്, റഷ്യ, ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, US അങ്ങനെ ഉള്ള രാജ്യങ്ങളാണ് ആണവ ശക്തികളായുള്ളത്. ഏതായിരുന്നാലും ഈ പരീക്ഷണങ്ങൾ നടക്കുന്നു, തങ്ങളും അതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ 98-ന് ശേഷം ഇന്ത്യ ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതാണ്. പക്ഷെ അപ്പോൾ പോലും വിനോദ്, ഈ പാകിസ്ഥാൻ ഭൂഗർഭ ആണവായുധ പരീക്ഷണം നടത്തുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒന്നല്ലേ? ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത്? ഇതുവരെ ഔദ്യോഗികമായ രീതിയിൽ ഇന്ത്യയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ, ട്രംപിൻ്റെ ഈ വാക്കുകളെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാൻ അങ്ങനെ ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെ പിന്തുണയാണുള്ളത്? ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, കൂടുതൽ പിന്തുണ നൽകുന്നത് ആരാണ്? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രതിരോധ കേന്ദ്രം തുറക്കാൻ അമേരിക്ക പാകിസ്ഥാനോട് സ്ഥലം ചോദിക്കുകയും അവർ അത് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇതിന് പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ വരുന്നത് ചൈനയുമായും ഉത്തര കൊറിയയുമായും പാകിസ്ഥാൻ ബന്ധം പുലർത്തുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ പലപ്പോഴും ഉത്തര കൊറിയ വഴി കടൽ മാർഗം പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ബന്ധം അത് ഏത് വശത്തേക്കാണ്, ഏത് ചേരിയിലേക്കുള്ള ബന്ധമാണ് ശക്തി പ്രാപിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നയതന്ത്ര തലത്തിൽ പരിശോധിച്ച് മാത്രമേ ഇന്ത്യക്ക് ഇതിലൊരു ഔദ്യോഗികമായ പ്രതികരണത്തിലേക്കൊക്കെ പോകാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് പോലും വ്യക്തമല്ല. എങ്കിലും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെ ഇന്ത്യ വീക്ഷിക്കുന്നത്. ഭവ്യ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള ശ്രദ്ധയാകർഷിച്ച ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വിധി ദിനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സോഹ്റാൻ മംദാനിയാണ് അഭിപ്രായ സർവേകളിൽ മുന്നിൽ. ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെടെ ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് സ്ലീവ എന്നിവരാണ് മംദാനിയുടെ എതിരാളികൾ. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ കോമോ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്നും. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയ അമേരിക്കയുടെ പ്രസിഡന്റാണ്, പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറെ ആൻഡ്രൂ കോമോയെ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് കാണുന്നത്. പെട്ടെന്ന് ഓർത്തു പോകുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ലൈൻ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് എതിരാളികളെ തോപ്പിക്കുന്ന ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന, അതായത് ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, നാളെ കാലത്ത് നടക്കാൻ പോകുന്ന നവംബർ 4 നടക്കുന്ന US സ്പെഷ്യൽ ഇലക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3-4 കാര്യങ്ങളിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, 6 US കോൺഗ്രസ് സീറ്റിലേക്കുള്ള മത്സരം നടക്കുന്നുണ്ട്. അവിടെ 3-3 എന്നുള്ളതാണ് കട്ടയ്ക്കാനുള്ള ഒരു ബാലൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 435 US കോൺഗ്രസ് സീറ്റ് ഉണ്ടെങ്കിൽ 219 റിപ്പബ്ലിക്കിന്റെ കയ്യിലും 214 ഡെമോക്രാറ്റിന്റെ കയ്യിലുമാണ്. അപ്പൊ 5 സീറ്റിന്റെ മെജോറിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പം 6 സീറ്റിന്റെ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന്. രണ്ടാമത്, അതോടൊപ്പം തന്നെ 2 ഗവർണർഷിപ്പിലേക്ക് ന്യൂജേഴ്സിയിലും വെർജീനിയയിലേക്കും നടക്കുന്നുണ്ട്. അവിടെയും കട്ടയ്ക്കുള്ള പോരാട്ടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിലും ഉപരി ന്യൂയോർക്ക് മേയറിന്റെ ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്
ട്രംപ് ബാലറ്റിലില്ല, എന്നാൽ എവിടെയും ട്രംപ് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 6% ലേറ്റസ്റ്റ് പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ സുറാൻ മന്ദാനി 6% മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രംപിന്റെ ഈ പാർട്ടി മാറിയുള്ള ആ ഒരു എൻഡോഴ്സ്മെന്റ് കാരണം ആ ഒരു 6% ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് വിൻ ഫോർ ട്രംപ്. ഇല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസികളും ഡൊണാൾഡ് ട്രംപിന്റെ പേഴ്സണാലിറ്റിയും എല്ലാം അമേരിക്കൻ ജനത റിജക്ട് ചെയ്യുന്നതിന്റെ ഒരു വേർഡിക്റ്റ് ആയിരിക്കും നാളെ ന്യൂയോർക്കിൽ കാണാൻ പോകുന്നത്. ഏതായാലും ന്യൂയോർക്ക് മാത്രമല്ല ലോകമാകമാനം വളരെ ആകാംക്ഷയോടെയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്. കാരണം ഒരു സൈഡിൽ വളരെ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് ആയ സുറാൻ മന്ദാനിയും, അതിന് നമുക്കൊരു ഇന്ത്യൻ കണക്ഷൻ കൂടി ഉണ്ട്. സുറാന്റെ അമ്മ ഒരു മലയാളിയാണ്, മീര നായരാണ്. അതേസമയം സുറാന്റെ ഫാദർ എനിക്ക് തോന്നുന്നത് മെഹ്മൂദ് മംദാനി ഫ്രം ഉഗാണ്ട. 7 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇവിടെ ന്യൂയോർക്കിൽ വരുന്നത്. ഇപ്പൊ 34 വയസ്സുണ്ട്. അപ്പൊ 27 വർഷമാണ് അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ന്യൂയോർക്ക് സ്പെൻഡ് ചെയ്തത്. അവിടെ നിന്നുള്ള വലിയൊരു കാൽവയ്പായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിനെ. അദ്ദേഹത്തിന്റെ പോളിസികൾ, അതായത് ഇവിടെ ഇപ്പൊ രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും എല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്ന ഇതാണ്. ട്രംപിന്റെ ഡയഗ്നോസ്റ്റിക്കും അതോടൊപ്പം സുറാൻ മന്ദാനിയുടെ ഇത് രണ്ടും മാച്ചിങ് ആണ്. എന്നാൽ രണ്ടുപേരും എന്താ പറയുന്നത്, അതിനുവേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻസ് രണ്ടും ടോട്ടൽ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ട്രംപ് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടല്ല മംദാനിയെ കാണുന്നത്. ട്രംപ് മംദാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഫാക്ട്. എന്നാൽ ഈ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പേഴ്സണൽ ലെവലിലൂടെ ഈ ഒരു കോമ്പറ്റീഷൻ പോകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപ് പറയുന്നത് മംദാനി ഇലക്ട് ചെയ്യുകയാണെങ്കിൽ, ന്യൂയോർക്കാർ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് എല്ലാ ഫണ്ടിങ്ങും ന്യൂയോർക്കിൽ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്തുമാത്രം വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ ദീപപരമായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ ചലഞ്ചുകൾ ഇപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്തെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ എപ്പോഴും ട്രംപ് കൂമയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്താണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ട്രംപ് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് കുമോ ബട്ട് ദർ ഇസ് നോ ചോയ്സ്. ന്യൂയോർക്കേഴ്സിന് വേറൊരു ചോയ്സും ഇല്ല. അതുകൊണ്ടിട്ട് ക്രോസ് പാർട്ടി മാറി കൂമയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് ട്രംപ് ഇപ്പോൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ന്യൂയോർക്കിൽ നിന്ന് സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സുഡാനിൽ ആഭ്യന്തര കലാപം തുടരുന്നതിനിടെ ഇന്ത്യൻ പൗരനെ വിമതസേന തട്ടിക്കൊണ്ടുപോയി. ഒഡീഷയിലെ ജഗൽസിക്പൂർ ജില്ലയിൽ നിന്നുള്ള 36-കാരനായ ആദർശ് ബെഹ്റയുടെ മോചനത്തിനായുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യയിലെ സുഡാൻ അംബാസിഡർ മുഹമ്മദ് അബ്ദുള്ള അലി എൽറ്റോം പറഞ്ഞു. എൽ ഷാഫറിന് ശേഷം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിന്റെ കാലാവധി നീട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പാകിസ്ഥാനിൽ സജീവമായി. ഫീൽഡ് മാർഷലിന്റെ അധികാരം, സേവന കാലാവധി എന്നിവയെ സംബന്ധിച്ച് പ്രത്യേക ഭരണഘടനാ ഭേദഗതിക്കാണ് ഷഹ്ബാസ് ഷെരീഫ് സർക്കാർ പദ്ധതിയിടുന്നത്. നിലവിൽ 2027 നവംബർ 28-നാണ് മുനീർ ഔദ്യോഗികമായി വിരമിക്കേണ്ടത്. പാകിസ്ഥാനിൽ ചില നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഈ അസീം മുനീറിന്റെ പദവിയുടെ കാലാവധി നീട്ടാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. നമുക്കറിയാം ഈ പട്ടാള മേധാവിയായ അസീം മുനീർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്രമാത്രം ആണ് എന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനപ്പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. പാകിസ്ഥാനകത്ത് തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. തൊട്ടടുത്ത രാജ്യമായ ഇറാനുമായും ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയാതെ പോയൊരു പട്ടാള മേധാവിയാണ് അസീം മുനീർ. പക്ഷേ അത്തരത്തിലൊരാളെ അവിടെ അധികാര സ്ഥാനത്തിൽ പിടിച്ചു നിർത്താനുള്ള വലിയ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തയ്യാറെടുക്കുകയാണ്. അത് അവതരിപ്പിക്കാൻ ആയിട്ട് അവർ ഒരുങ്ങുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീറിൻ്റെ കാലാവധി ഇതുകൊണ്ട് നീട്ടും എന്നാണ് കരുതുന്നത്. അപ്പോൾ 2027 ശേഷവും അദ്ദേഹം അധികാരത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ 2022 വിരമിക്കേണ്ട ആളാണ് അസീം മുനീർ. 2022 നവംബറിൽ കരസേനാ മേധാവിയായി നിയമിതൻ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ജനറൽ അസീം മുനീർ ഫലത്തിൽ അന്നൊരു വിരമിക്കലിൻ്റെ വക്കിലായിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ എന്ന നിലയിൽ അദ്ദേഹം വിരമിക്കേണ്ട ഒരു സാധ്യതയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും അസീം മുനീർ 2022 നവംബർ 27 വിരമിക്കേണ്ട അസീം മുനീർ അങ്ങനെ തൻ്റെ കാലാവധി അങ്ങനെ കൂടുതൽ ആക്കി അന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ
മുനീറും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് വിരമിക്കേണ്ട ആളുകൾ ആയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്ത് ചെയ്തു? 2022 നവംബർ 24-ന് ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന അസിം മുനീറിനെ പുതിയ കരസേനാ മേധാവിയാക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവന കുറേ കൂടി സമയം നീട്ടി നൽകുന്ന ഒരു നടപടി ഉണ്ടായി. ജനറൽ പദവി ലഭിച്ചു, സ്ഥാനക്കയറ്റം ലഭിച്ചു. അപ്പോൾ വിരമിക്കൽ തീയതിയും കുറേ കൂടി നീണ്ടു. അപ്പോൾ ഇതിൻ്റെ ശേഷം ഇദ്ദേഹം 3 വർഷത്തേക്കാണ് ആദ്യം ഈ കാലാവധി നീട്ടിയത്. പിന്നീട് അത് 2024-ൽ, അതായത് കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് അത് 5 വർഷത്തേക്ക് ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 2027 നവംബറിൽ അത് അയാൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ പാകിസ്ഥാനിലൊരു ചെറിയ പ്രശ്നം, ഫീൽഡ് മാർഷലിൻ്റെ പദവി എന്താണ് എന്നത് കൃത്യമായൊരു നിർവചനമില്ല. പ്രധാനമായി അത് ആചാരപരവും ചരിത്രപരവും പ്രതീകാത്മകവുമാണ് എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. ഏതായാലും പാകിസ്ഥാൻ്റെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം ഇല്ല. അപ്പോൾ ഒരു ഫീൽഡ് മാർഷലിൻ്റെ വിരമിക്കൽ, സേവന വ്യവസ്ഥകൾ, ഇതൊന്നും ഭരണഘടന അത് കൃത്യമായി പറയുന്നില്ല. ഇത് മുനീറിൻ്റെ ഭാവി അവ്യക്തമാക്കുന്നു എന്ന് അന്ന് തന്നെ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഭരണഘടനയുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ തുടരാനാണ് ഇപ്പോൾ മുനീർ ഒരു ശ്രമം നടത്തുന്നത്. അതിനുവേണ്ടി പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂട് ഇപ്പോൾ അതിനുവേണ്ടി നിർമ്മിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇസ്ലാമാബാദിൽ രാഷ്ട്രീയവും അതുപോലെ സ്ഥാനപരവുമായ ചില സംഘർഷങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം എന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. ഏതായാലും ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 27ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന തരത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ കാലാവധി നിയമപരമായി നീട്ടുന്നതിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അതിൽ അവ്യക്തത പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഈ വർഷം ആദ്യം ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച മുനീർ നവംബർ 28-ന് എന്തായാലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കൂടുതൽ നീട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മുൻ സർക്കാരിൻ്റെ കീഴിലുള്ള നിയമപരിഷ്കാരത്തിലൂടെയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി കാലാവധി നീട്ടി വാങ്ങിച്ചത്. അസിം മുനീറിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു ഭരണഘടന അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നതിനാൽ അത് ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസും അവിടുത്തെ റാവൽപിണ്ടി ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ ഇപ്പോൾ അവിടെയൊക്കെ ചില തീവ്രമായ കൂടിയാലോചനകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ആർമി ആക്റ്റോ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 സായുധ സേനയുടെ കമാൻഡും നിയന്ത്രണവും നിർവചിക്കുമ്പോൾ അവിടെ ഈ തരത്തിലൊരു ഫീൽഡ് മാർഷലിൻ്റെ സ്ഥാനം അംഗീകരിക്കുന്നില്ല, അതിനെപ്പറ്റി നിർവചിക്കുന്നില്ല. തത്ഫലമായി സർക്കാരിൻ്റെ 27ാമത്തെ ഭേദഗതി ഫീൽഡ് മാർഷലിൻ്റെ പദവി, അധികാരങ്ങൾ, സേവന നിബന്ധനകൾ എന്നിവ ഒക്കെ ഔപചാരികമായി നിർവചിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243 ഭേദഗതി നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സൈനിക മേധാവിക്ക് തുടരാൻ കഴിയും, അത് ഏത് തരത്തിൽ തുടരാൻ കഴിയും എന്നൊക്കെ ഇപ്പോൾ ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വരും. അപ്പോൾ ഭരണഘടനാ കോടതികൾ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളുടെ പുനഃസ്ഥാപനം, ജഡ്ജിമാരുടെ സ്ഥാനമാറ്റം ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഒക്കെ സർക്കാർ പുനഃക്രമീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. PPP എന്ന പാർട്ടിയുടെ ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി ഇത് കഴിഞ്ഞിടയ്ക്ക് തുറന്നു പറയുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ഖനികളുടെയും ധാതുക്കളുടെയും ഒക്കെ നിയന്ത്രണം പ്രവിശ്യകളിൽ നിന്ന് ഫെഡറൽ സർക്കാരുകളിലേക്ക് മാറ്റുന്നു എന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് വലിയ തോതിൽ വിവാദമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയമാണ് അവിടുത്തെ ഈ ധാതുശേഖരം. അതോടൊപ്പം വിദേശ നിക്ഷേപം സുഗമമാക്കുന്നതിന്, അമേരിക്കയും ചൈനയുമായുള്ള കരാറുകൾ സുഗമമാക്കുന്നതിനൊക്കെ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നു. നമുക്കറിയാം, ചില പ്രാദേശികമായ എതിർപ്പുകൾ അവിടെ ഖൈബർ പക്തുൻക്വയിൽ, ബലൂചിസ്ഥാനിൽ, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചമർത്താനൊക്കെ ഉള്ള ഒരു നിയമപരമായ നീക്കം അവിടെ നടക്കുന്നു എന്നതാണ് കാണേണ്ടത്. അപ്പോൾ വിപുലമായ ഒരു ഭരണഘടനാ മാറ്റത്തിന് അവിടെ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഏത് തരത്തിൽ ആണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കേണ്ട ഒന്നാണ്. കാരണം ഈ അതിർത്തി രാജ്യങ്ങളുമായെല്ലാം നല്ല ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരു പട്ടാള മേധാവിയാണ് അവിടെ ഇപ്പോൾ കൂടുതൽ അധികാരം പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അയാളിലേക്ക് അധികാരം
കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ സ്ഥാനം അങ്ങനെ കൂടുതൽ സംരക്ഷിക്കപ്പെടുമ്പോൾ അത് അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കമാണ്. മുനീർ ഏത് തരത്തിലാണ് ഇനി പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തനാകുക എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ പലപ്പോഴും അയാളുടെ പ്രതികരണങ്ങൾ, വാക്കുകളൊക്കെ രാജ്യത്തെ അതായത് പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സമാനമായ രീതിയിൽ ആകുമോ എന്ന ആശങ്ക അവിടെ തുടരുകയാണ്. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണയും നടക്കുന്നത്. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നിവയാണ് SFIക്കൊപ്പമുള്ള സംഘടനകൾ. എന്നാൽ CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISF ഈ സഖ്യത്തിന്റെ ഭാഗമല്ല. AISFും NSUIയും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പരമ്പരാഗതമായി ഇടത് സഖ്യം ആധിപത്യം പുലർത്തിയിരുന്ന JNUവിൽ കഴിഞ്ഞ വർഷം ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ABVP പിടിച്ചെടുത്തിരുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴും സംഘർഷഭരിതമാണ്. അതിർത്തി തർക്കങ്ങൾ, ഭീകരവാദം, ഭൂമിശാസ്ത്രപരമായ കിടമത്സരങ്ങൾ എന്നിവ ഈ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ സങ്കീർണമാക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഒരു പുതിയ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നു. അതിർത്തി കടന്നുപോകുന്ന കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും സംഘർഷഭരിതമാണ്. അതിർത്തി തർക്കങ്ങൾ, ഭീകരവാദം, ഭൂമിശാസ്ത്രപരമായ കിടമത്സരങ്ങൾ എന്നിവ ഈ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലെ ബന്ധങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഒരു പുതിയ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിർത്തി കടന്നുപോകുന്ന കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം. പാകിസ്ഥാനുമായി അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള തങ്ങളുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് ഇന്ത്യ നൽകിയ പിന്തുണ ഈ വിഷയത്തിന് ഒരു പുതിയ രാഷ്ട്രീയ മാനമാണ് നൽകിയത്. ഈ നീക്കം പാകിസ്ഥാന് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? എന്തുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുന്നു? ഇത് മേഖലയിലെ ജലരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുക? 5000 കിലോമീറ്ററിലധികം ഒഴുകുന്ന കുനാർ നദി കേവലം ഒരു ജലസ്രോതസ് മാത്രമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ചിത്രൽ ജില്ലയിലെ ഹിന്ദു കുഷ് പർവ്വതനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് തെക്കോട്ടൊഴുകുന്ന നദി അഫ്ഗാനിസ്ഥാനിലെ കുനാർ, നാങ്കർഹാർ പ്രവിശ്യകളിലൂടെ കടന്നുപോകുന്നു. തുടർന്ന് അത് കാബൂൾ നദിയിൽ ചേരുകയും ഈ സംയോജിത ജലം പിന്നീട് പാകിസ്ഥാനിലേക്ക് തിരികെ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. സിന്ധു നദി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്ന ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ഈ നദി. കൃഷി, കുടിവെള്ളം, ജലവൈദ്യുതി എന്നിവയ്ക്ക് കുനാർ നദിയിലെ ജലം അത്യന്താപേക്ഷിതം കൂടിയാണ്. പെഷവാർ നഗരത്തിലെ 20 ലക്ഷത്തിലധികം താമസക്കാർക്ക് കുടിവെള്ളവും ശുചീകരണ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ ജലമാണ്. എന്നാൽ താലിബാൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവായ മൗലവി ഹിബത്തുള്ള അഗുൻസാദയുടെ ഉത്തരവനുസരിച്ച് എത്രയും പെട്ടെന്ന് കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാന്റെ നീക്കം. തങ്ങളുടെ വെള്ളം കൈകാര്യം ചെയ്യാനുള്ള അവകാശം അഫ്ഗാനികൾക്കുണ്ടെന്നും നിർമ്മാണം വിദേശ കമ്പനികളെ ഒഴിവാക്കി ആഭ്യന്തര സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പൂർത്തിയാക്കുമെന്നും ജലകാര്യമന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ പ്രഖ്യാപിച്ചു. അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം. ഈ നീക്കത്തിന് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ മാനം നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അണക്കെട്ട് നിർമ്മാണ പദ്ധതിക്ക് ഇന്ത്യ നൽകിയ പിന്തുണയാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം. ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള സുസ്ഥിര ജലപരിപാലനത്തിൽ കാബൂളിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇത്തരം വിഷയങ്ങളിൽ സഹകരണത്തിന്റെ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹം ഉദാഹരണമായി എടുത്തു കാണിച്ചത് സാൽമ ഡാമാണ്. സാൽമ ഡാം അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്തിലെ ചെഷ്ടെ ഷെരീഫ് ജില്ലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. 42 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഈ ഡാം 75,000 ഹെക്ടർ കൃഷിഭൂമിക്ക് ജലസേചനം നൽകുന്നുണ്ട്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും വികസന സഹകരണത്തിന്റെയും മികച്ച ഉദാഹരണമായി കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ചരിത്രപരമായ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കുനാർ നദിയിലെ പദ്ധതിക്ക് സാമ്പത്തികമോ സാങ്കേതികമോ ആയ പിന്തുണ നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് സൂചന നൽകുന്നുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പ്രദേശത്ത് പരമാധികാരം പ്രയോഗിക്കുന്നതിൽ
പാകിസ്ഥാൻ പ്രകോപിതരാകുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് പാകിസ്ഥാന് ഗുരുതരമായ ആശങ്കയാണ് നൽകുന്നത്. ഈ പദ്ധതി മുന്നോട്ടു പോയാൽ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കപ്പെടുകയും പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ചെയ്യും. വർഷം തോറും ശരാശരി 17 ദശലക്ഷം ഏക്കർ ഫീറ്റ് ജലമാണ് കുനാർ നദിയിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കുന്നത്. അണക്കെട്ട് നിർമ്മിച്ചാൽ ഈ ഒഴുക്കിൽ 3 MAF വരെ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ ജൂൺ 10 വരെയുള്ള മുൻ ഖാരിഫ് വിളവെടുപ്പ് കാലയളവിൽ കുനാർ നദി ഒഴുകുന്ന കാബൂൾ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാനിലെ തർബേല അണക്കെട്ടിൽ ജലനിരപ്പ് കുറവായിരിക്കും. അതിനാൽ തന്നെ ഖാരിഫ് വിളകൾക്ക് ജലസേചനം ഉറപ്പാക്കുന്നതിൽ കുനാർ ജലം നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഈ സമയത്തെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ഖാരിഫ് വിളകളുടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. കിഴക്കിന്ത്യയിൽ നിന്നും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജലസ്രോതസ്സുകൾക്ക് മേലുള്ള നിയന്ത്രണം പാകിസ്ഥാന് ഒരു ഇരട്ട പ്രഹരമായി മാറുക കൂടിയാണ്. കിഴക്ക് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സിന്ധു നദീതട വ്യവസ്ഥയിലെ ജലലഭ്യതയിൽ 13.3% കുറവ് വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. അതേസമയം പടിഞ്ഞാറ് കുനാർ നദിയിലെ പുതിയ അണക്കെട്ട് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ജലലഭ്യതയെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ സംഭവം ജലം എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമായും നയതന്ത്രപരമായ ഉപകരണമായും ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതിർത്തി കടന്നൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന് അതിന്റെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ വികസിപ്പിക്കാനുള്ള പരമാധികാരമുണ്ട്. എന്നാൽ അത് താഴെ ഒഴുകുന്ന രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം നടപ്പിലാക്കേണ്ടത്. ജലലഭ്യത കുറയുന്നത് പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും കാർഷിക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമ്പോൾ ഈ വിഷയം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം മാനവിക പ്രശ്നമായി വളരും. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് നയതന്ത്രപരമായ ശ്രമങ്ങളും നടത്തേണ്ടതായി വരും. ഇന്ത്യയുടെ പിന്തുണയോടെ അഫ്ഗാനിസ്ഥാൻ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ മേഖലയിൽ അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങളാണ് സൃഷ്ടിക്കുക. ഈ 3 രാജ്യങ്ങൾക്കും അവരുടെ പൊതുവായ ജലസ്രോതസ്സുകൾ സമാധാനപരവും സുസ്ഥിരവുമായ രീതിയിൽ എങ്ങനെ പങ്കിടാൻ സാധിക്കുമെന്ന ചോദ്യമാണ് വരും കാലത്തെ നിർണ്ണയിക്കുന്നത്. കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം കേവലം ഒരു എഞ്ചിനീയറിംഗ് പദ്ധതി എന്നതിലുപരി മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെയും അയൽ രാജ്യ ബന്ധങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ നീക്കമായി മാറുമെന്നതിൽ സംശയമില്ല. അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്കുമായി NSS വളണ്ടിയർമാർ. കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് ആരംഭിച്ചത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് യാഥാർത്ഥ്യമാക്കിയത്. കൊടിയത്തൂരും പരിസരത്തും താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി വളണ്ടിയർമാർ വീടുകളിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കി ക്രമീകരിച്ചാണ് നൽകുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ വളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ എത്തിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വസ്ത്രബാങ്കിലേക്ക് ശേഖരിച്ചത്. സമൂഹത്തിൽ മനുഷ്യസ്നേഹവും പങ്കുവയ്ക്കൽ മനോഭാവവും പുനരുപയോഗശീലവും വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം നമ്മുടെ നാട്ടിലെ കൊടിയത്തൂരും പരിസരത്തും ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകുമ്പം അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാര്യമാർക്ക് ഒക്കെ നൽകാനുള്ള വസ്ത്രങ്ങൾ കുട്ടികൾ ശേഖരിച്ചു. NSSന്റെ വളണ്ടിയേഴ്സ് അവരുടെ വീടുകളിൽ നിന്നും അവരുടെ അയൽപക്കങ്ങളിൽ നിന്നൊക്കെ വസ്ത്രങ്ങൾ ശേഖരിച്ചു. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ 1-2 തവണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീടുകളിൽ അലമാരയിൽ മാറ്റി വെക്കുന്ന വസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ശേഖരിച്ചത്. അതിവിടെ കൊണ്ടുവന്ന് അവർ നന്നായിട്ട് അലക്കി അയേൺ ചെയ്ത് അതുകൊണ്ട് നന്നായി പാക്ക് ചെയ്ത് തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വസ്ത്രബാങ്ക് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, PTA പ്രസിഡന്റ് S നാസർ, പ്രിൻസിപ്പൽ MS ലിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്.
ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയുടെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന് പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 2021 പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും തുറന്നു പ്രവർത്തിച്ചില്ല. ഇതിനായി നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. വർഷങ്ങൾക്കപ്പുറം പട്ടംകോളിന് കിട്ടിയ കാലഘട്ടം മുതലുള്ള പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്ന കുഴൽക്കിണറുണ്ട് ഇവിടെ. കുഴൽക്കിണറുണ്ടായിട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും നിരവധി ആളുകൾ ഇവിടെ ഒരു ശൗചാലയത്തിൽ പോകാൻ സൗകര്യമില്ലാതെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് വലിയ വിഷമിച്ചാണ് സ്ത്രീകളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം അറിയാഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, തൂക്കുപാലം പട്ടണത്തിൻ്റെ ഒരു വികസന മുഖച്ഛായ കൂടിയാണിത്. ഇത് തുറന്നു കൊടുക്കുന്നതിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒത്തുകളിയുണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. രാമക്കൽമേട് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിൽ ഒന്നായ ഇവിടെ നിരവധി പേർ എത്താറുണ്ട്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. 10 വർഷത്തിലധികമായി കൊച്ചി വൈറ്റിലയിൽ തുരുമ്പെടുത്ത് കിടന്ന പൈലിംഗ് മെഷീൻ ഒടുവിൽ ശാപമോക്ഷം. എത്രയും വേഗം മെഷീൻ എടുത്തുമാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടെ വൈറ്റിലയിലെ റോഡ് നവീകരണത്തിന് വഴി തുറക്കുകയായി. കൊച്ചി മെട്രോ പണിയാൻ കൊണ്ടുവന്നതാണ് 7 കോടിയുടെ ഈ പൈലിംഗ് മെഷീൻ. ഒന്ന് മുറുക്കി പിടിച്ചാൽ പൊടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിലായി. വൈറ്റിലയിലെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് മെഷീന്റെ അസ്ഥിക്കുടം വരെ പുറത്തുവന്നു. KMRL-ഉം മൊബിലിറ്റി ഹബ് സൊസൈറ്റിയും കൈയൊഴിഞ്ഞതോടെ ഈ അവസ്ഥയിലുമായി. ഒടുവിൽ കോടതി ഇടപെട്ടു. ക്രെയിൻ ജപ്തി ചെയ്തു. തുടർന്ന് നടത്തിയ ലേലത്തിലാണ് ശാപമോക്ഷം. ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന കമ്പനി 15 ദിവസത്തിനുള്ളിൽ ഈ കൂറ്റൻ മെഷീൻ എടുത്തുമാറ്റും. 10 വർഷം വൈറ്റിലയുടെ തലവേദനയായിരുന്ന മെഷീൻ ഇവിടെ നിന്ന് മാറ്റുന്നതിൽ സ്ഥലം കൗൺസിലർ സുനിത ഡിക്സനുമുണ്ട് വലിയ പങ്ക്. നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയായിരുന്നു ഇത്. കാരണം തൊട്ടപ്പുറത്ത് വീടുകളാണ്, ഫ്ലാറ്റാണ്, തൊട്ടിപ്പുറത്ത് റോഡാണ്, സിഗ്നൽ പോയിൻ്റാണ്. അതാണ് ഏറ്റവും നമ്മുടെ ആശങ്ക. നമുക്ക് രാത്രി ഞാൻ നോക്കുന്നത് റോഡിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക നിസ്സാരമല്ല. നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക. ഒരു മഴ പെയ്യുമ്പോഴാണെങ്കിലും ഇത് വന്ന് കണ്ടിട്ട് എഞ്ചിനീയർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് വീഴില്ലെന്നാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോഴാണ് നമ്മളോട് അവർ പറയണത്. നമ്മളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഒരു നിമിഷം നേരത്തെ ഈ പൈലിംഗ് മെഷീൻ ഇവിടുന്ന് മാറ്റി തരണം. മാറ്റാനുള്ള എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 ദിവസം കൂടിയാണ് അവർ ചോദിച്ചേക്കുന്നത്. അഭിമാന നിമിഷം ഇത് മാറ്റുന്നതിൽ. വൈറ്റിലയിലൂടെ കടന്നു പോകുന്നവർക്ക് പേടിയാണ് ഈ മെഷീൻ എന്നതിൽ തർക്കമേയില്ല. വല്ല കാറ്റിലോ ഇളകി റോഡിലേക്ക് വീണിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നത് വൻ അപകടമാണ്. മെഷീൻ പൂർണ്ണമായും മാറ്റിയാൽ ഇവിടെ ഒരു റോഡ് വരും. അതിലൂടെ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് സ്വസ്ഥമായി യാത്രയും ചെയ്യാം. ന്യൂസ് 18 കൊച്ചി. കേക്ക് നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയായ യുവ സംരംഭയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അർസു കേക്ക് സ്റ്റുഡിയോയുടെ സ്ഥാപകയും പുനലൂർ തോളിക്കോട് സ്വദേശിയുമായ ആരതിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. 4 ബ്രാൻഡഡ് കേക്ക് ഷോപ്പുകൾ തുടങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ സംരംഭക എന്നതാണ് നേട്ടത്തിന് പിന്നിൽ. ഫ്രഷ് ക്രീം ലൈവ് കേക്കുകൾക്ക് പേരെടുത്ത അർസു കേക്ക് സ്റ്റുഡിയോയ്ക്ക് അഞ്ചൽ, അഗസ്ത്യക്കോട്, കരവാളൂർ, പുനലൂർ എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകളുള്ളത്. വിവിധ മില്ലറ്റ് പ്രൊഡക്റ്റുകളും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. സർക്കാർ ജോലിക്കുള്ള അവസരം വേണ്ടെന്ന് വെച്ചാണ് തനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് നിർമ്മാണം വീട്ടിൽ തുടങ്ങിയത്. ഞാനൊരു സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് തന്നെ. അപ്പൊ ആ ടൈമില് എനിക്ക് സപ്പോർട്ടായിട്ട് ആദ്യ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്റെ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദർ ബിബിൻ ചേട്ടനും മാത്രമായിരുന്നു ആദ്യ ടൈമിൽ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. എന്റെ ഉള്ളില് ഒരു ജോലിയായിട്ടിരിക്കുന്നതിനപ്പുറം കുറച്ച് ആൾക്കാർക്കെങ്കിലും ജോലി കൊടുക്കണം. എനിക്കത് പേഴ്സണൽ ജോലി നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനോടൊരു താല്പര്യം കുറവായിരുന്നു. കാരണം ഒരു 4 ചുമരിനുള്ളിൽ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് ഞാൻ കാരണം അവരുടെ വീട്ടില് ഒരു വകയാവണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് കാരണമാണ് ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് എന്റെ പാഷനെ തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു മേഖലയിലോട്ട് വന്നത്. 2024-25 എമർജിംഗ് വിമൺ എന്റർപ്രണർ നെഹ്റു അവാർഡ്
ഐവ ഐക്കോണിക് എന്റർപ്രണർ 2024 അവാർഡ് കേരള ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ 2022-23 താലൂക്ക് ബെസ്റ്റ് എന്റർപ്രണർ അവാർഡ് തുടങ്ങി ഒരു പിടി അവാർഡുകൾ ആരതി ഇതിനകം തന്റെ പേരിൽ കരസ്ഥമാക്കി. ബേക്കിങ്ങിന് പുറമെ അർസു സ്നേഹസ്പർശം പദ്ധതി വഴിയും മറ്റ് സംഘടനകൾ വഴിയും ചാരിറ്റി പ്രവർത്തനങ്ങളും സ്പോർട്സ് മേഖലയിൽ സ്പോൺസർഷിപ്പുകളും ജോലിയോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനങ്ങളും നൽകി വരുന്നു. ന്യൂസ് 18 പുനലൂർ. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ്.